ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ശബരിമല യുവതീ പ്രവേശനത്തിൽ നിലപാട് തിരുത്തി ദേവസ്വം ബോർഡ്. യുവതീ പ്രവേശനത്തെ എതിർക്കുമെന്ന് ദേവസ്വം ബോർഡ്. സുപ്രീം കോടതിയിൽ ദേവസ്വം ബോർഡ് നിലപാടറിയിക്കും. ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കും. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. MG പ്രതീഷിലേക്ക് അല്പസമയത്തിനകം എത്താം. ഇപ്പോൾ ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇതാ സുപ്രീം കോടതിയിൽ നിലപാട് തിരുത്താൻ പോകുന്നു ദേവസ്വം ബോർഡ്. കോടതിയെ അക്കാര്യം അറിയിക്കാൻ പോകുന്നു. നേരത്തെ സ്വീകരിച്ച നിലപാടിൽ മാറ്റം വരുത്താൻ പോകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ. ശ്യാം ദേവരാജ്. റിജിത്ത്, അങ്ങനെ തന്നെയാണ്. സുപ്രീം കോടതിയിൽ 9 അംഗ ഭരണഘടനാ ബെഞ്ച് ഏപ്രിൽ 7 മുതൽ ഈ യുവതീ പ്രവേശനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ ഹർജികൾ പരിഗണിക്കാനിരിക്കുകയാണ്. ഈ 9 അംഗ ബെഞ്ച് പരിഗണിക്കുന്നതിന് മുന്നോടിയായാണ് ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ബോർഡ് യോഗം കൂടി സത്യവാങ്മൂലം സംബന്ധിച്ച തീരുമാനമെടുത്തത്. എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യത്തിലുള്ള തീരുമാനമെടുത്തത്. ശബരിമലയിൽ യുവതീ പ്രവേശനം വേണ്ട എന്ന കാര്യമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലപാട്. ഇന്ന് ചേർന്ന ബോർഡ് യോഗമാണ് ഈ വിഷയം ചർച്ച ചെയ്തത്. അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. ദേവസ്വം ബോർഡ് ഈ സുപ്രീം കോടതിയിലെ ഹർജിയിൽ ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ്. ദേവസ്വം ബോർഡ് ഈ സുപ്രീം കോടതിയിൽ സ്വീകരിക്കുന്ന നിലപാടും ഇത് തന്നെയായിരിക്കും. ശബരിമല യുവതീ പ്രവേശനത്തെ എതിർത്ത് ഉള്ള നിലപാടായിരിക്കും സ്വീകരിക്കുകയും ചെയ്യുക. ഇതിൽ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കണമെന്ന കാര്യവും ഒപ്പം ശബരിമലയിലെ പാരമ്പര്യം സൂക്ഷിക്കണമെന്ന നിലപാട് കൂടിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുക്കുന്നത്. നേരത്തെ ഇടത് സർക്കാരിന്റെ കാലത്ത് ഈ നിലപാടായിരുന്നില്ല ദേവസ്വം ബോർഡ് സ്വീകരിച്ചിരുന്നത്. നിലവിലെ നിലപാട് തിരുത്തിയാണ് യുവതീ പ്രവേശനത്തെ എതിർക്കാനുള്ള നിലപാടിലേക്ക് എത്തുന്നത്. രഞ്ജിത്ത്, നമുക്കറിയാം നിലവിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലാണ്. സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ ഈ 9 അംഗ ബെഞ്ച് പരിഗണിക്കാൻ തീരുമാനിച്ച ഘട്ടത്തിൽ, അല്ലെങ്കിൽ വിശദമായ വാദം കേൾക്കാൻ തീരുമാനിച്ച ഘട്ടത്തിൽ തന്നെ നിയമമന്ത്രി പി രാജീവ് അറിയിച്ചത് സംസ്ഥാന സർക്കാർ അവിടെ യുവതീ പ്രവേശനം അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കണം എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. അതിന് അനുകൂലമായ നിലപാടിൽ മലക്കം പറയുകയാണ്. യുവതീ പ്രവേശനത്തെ എതിർക്കും എന്ന നിലപാടിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയിരിക്കുന്നു. സുപ്രീം കോടതിയിൽ ദേവസ്വം ബോർഡ് നിലപാടറിയിക്കും. ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് എത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. സർക്കാരും സമാനമായ നിലപാട് സ്വീകരിക്കുമെന്ന സൂചന മന്ത്രിമാരുടെ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ കേട്ടതാണ്. MG പ്രതീഷ് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രതീഷ്, എന്താണ് യോഗത്തിലുണ്ടായ തീരുമാനം? ഇപ്പോഴിതാ സുപ്രീം കോടതിയെ നിലപാടറിയിക്കാൻ പോകുന്നു. മുൻ നിലപാട് തിരുത്താൻ പോകുന്നു ബോർഡ്. MG പ്രതീഷ്. അർജിത്, തീർച്ചയായും ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് മലക്കമറിയുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സുപ്രീം കോടതി വിധി അത് പുനഃപരിശോധിക്കുന്ന, അല്ലെങ്കിൽ ആ ഘട്ടത്തിൽ ഉൾപ്പെടെ അത് പുനഃപരിശോധിക്കേണ്ട കാര്യമില്ല എന്നുള്ള നിലപാടായിരുന്നു ആദ്യം ദേവസ്വം ബോർഡ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇപ്പോൾ യുവതീ പ്രവേശനത്തെ എതിർക്കും എന്നുള്ള തീരുമാനമാണ് ഇന്ന് ചേർന്ന ദേവസ്വം ബോർഡ് യോഗം എടുത്തിരിക്കുന്നത്. ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുമെന്നും ശബരിമല പാരമ്പര്യം കാത്തു സൂക്ഷിക്കും എന്നുമുള്ള ഒരു നിലപാടാണ് ഇന്ന് ചേർന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം എടുത്തിരിക്കുന്നത്. ഈ സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഈ നിലപാട് ദേവസ്വം ബോർഡ് സുപ്രീം കോടതി അറിയിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്താണ്. അല്പസമയത്തിനകം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ദേവസ്വം ബോർഡ് സ്വീകരിച്ച ആ ഒരു നിലപാട് അദ്ദേഹം മാധ്യമങ്ങളെ അറിയിക്കുമെന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വളരെ നിർണായകമായ ഒരു തീരുമാനമാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരും കൃത്യമായൊരു മറുപടി നൽകിയിരുന്നില്ല. മന്ത്രി P രാജീവ് ഉൾപ്പെടെ സംസാരിക്കുമ്പോൾ അക്കാര്യത്തിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന മറുപടി പറയാൻ കഴിയില്ല എന്നുള്ള വിശദീകരണമായിരുന്നു മന്ത്രി P രാജീവ് ഉൾപ്പെടെ നടത്തിയതൊപ്പം ഭരണഘടനാപരമായ സങ്കീർണതകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ വിശദാംശങ്ങൾ പങ്കുവെക്കുകയാണ്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ അടക്കമുള്ളവർ മാർച്ച് 14 നിലപാട് അറിയിക്കണം എന്നുള്ള കാര്യം സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഭരണഘടനാ ബെഞ്ചിന് മുമ്പിലേക്ക് വിഷയം വരാൻ പോവുകയാണ്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് മുൻ നിലപാട് തിരുത്തിയിരിക്കുന്നു. വിശ്വാസം സംരക്ഷിക്കപ്പെടണം, ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന നിലപാടിലേക്ക് ബോർഡ് എത്തുകയാണ്. മുൻ നിലപാട് തിരുത്തുകയാണ്. അക്കാര്യം സുപ്രീം കോടതി അറിയിക്കും. അത് സംബന്ധിച്ച സുപ്രധാനമായ തീരുമാനം ദേവസ്വം ബോർഡിന്റെ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നു. TV പ്രസാദ് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. TV പ്രസാദ്, ഇതാ മുൻ നിലപാട് തിരുത്തുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബോർഡ് സർക്കാരിന്റെ കാര്യത്തിലാണെങ്കിലും സമാനമായ രീതിയിൽ തന്നെ നേരത്തെ നിലപാട് തിരുത്തി കോടതിയിൽ പുതിയ സത്യവാങ്മൂലം നൽകാനുള്ള ശ്രമമായിരിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. മന്ത്രിമാരുടെ പ്രതികരണത്തിൽ നിന്ന്, സർക്കാർ തലത്തിലുള്ള പ്രതികരണങ്ങളിൽ നിന്ന് അത് വ്യക്തമായിട്ടുണ്ട്. TV പ്രസാദ്.
അത് തന്നെയാണ് റിജിത്ത്. നമുക്കറിയാവുന്നതുപോലെ നേരത്തെ 2019 വനിതകളെ കയറ്റി 2018-19 കാലയളവിൽ സ്ത്രീകളെ കയറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിമർശനങ്ങൾ അന്നത്തെ സർക്കാരും CPIM-ഉം ഏറ്റുവാങ്ങിയിരുന്നു. അതിൻ്റെ ഭാഗമായാണ് പിന്നീടുണ്ടായ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി നേരിട്ടത് എന്ന് CPIM വിലയിരുത്തുകയും ചെയ്തതാണ്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അന്നത്തെ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ തന്നെ CPIM നേതാക്കളും പ്രവർത്തകരും വീടുകൾ കയറിയിറങ്ങി ആളുകളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. CPIM-ഓ LDF സർക്കാരോ വിശ്വാസത്തിന് എതിരല്ല, സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ മാത്രമാണ് ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഇങ്ങോട്ടേക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട് യുവതികളെ കയറ്റുക എന്ന നിലപാട് അത് CPIM-ന് ഉണ്ടായിരുന്നു.